Hey guys, welcome back. Let's talk about the must-have hostel essentials. Let's start with bathroom, okay? അപ്പോൾ നമുക്ക് രണ്ട് ബക്കറ്റ് ആവശ്യം വരും. ഒന്ന് ഫോർ വാഷിംഗ് ആൻഡ് അതർ വൺ ഫോർ ബാത്തിങ് പർപ്പസ്. പിന്നെ ഒരു മഗ്, ഒരു കുളിക്കാൻ വെള്ളം വേണമല്ലോ, കപ്പ് വേണമല്ലോ. സോ യു വിൽ നീഡ് എ മഗ്. പിന്നെ രണ്ട് സോപ്പ് ബോക്സ് വേണം. ഒരെണ്ണം ഇപ്പോൾ നിങ്ങൾ വാഷിങ്ങിന് സോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാ നമുക്ക് ബാത്ത് സോപ്പ് ഇടാൻ വേണ്ടിയുള്ളൊരു ബോക്സ്. പിന്നെ നമ്മുടെ സാധാ ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ ഒരു തോർത്താൻ വേണ്ടി ടവൽ. ഇപ്പോൾ നമുക്ക് സോപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ ലിക്വിഡും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിപ്സ്, ഈ തുണിയൊക്കെ പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ക്ലിപ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വാഷിംഗ് സ്ക്രബ്ബർ, ഈ ചിലപ്പോൾ നമുക്ക് ബാത്റൂമിൽ വെച്ച് കഴിയേണ്ടി വരും. അങ്ങനത്തെ കേസിൽ നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് അന്ന് ചില ക്ലോത്ത്സ് നമുക്ക് റബ്ബ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഒരു വാഷിംഗ് സ്ക്രബ്ബറും കൂടി ആവശ്യം വരും. പിന്നെ ഇവിടെ ഈ ഷാമ്പൂ, കണ്ടീഷണർ അതൊക്കെ ഓപ്ഷണൽ ആട്ടോ. ഇപ്പം നിങ്ങൾ നാച്ചുറലായിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വല്ല താളിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ഹോസ്റ്റലിൽ എപ്പോഴും നമ്മൾ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ മുടി ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കാച്ചിയ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ ഹെയർ കെയറിനായിട്ട് വല്ല താളിപ്പൊടി അങ്ങനത്തെ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അത് അതിനനുസരിച്ച് ചെയ്യാം. സോറി, സ്കിൻ കെയർ അല്ല, ഹെയർ കെയർ ഐറ്റംസ്. ഓക്കെ, ഇനി അടുത്തത് ബെഡിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ചില ഹോസ്റ്റലിൽ ബെഡ്സ് അവൈലബിൾ ആയിരിക്കും, മെജോറിറ്റി ഹോസ്റ്റലിൽ ബെഡ് അവൈലബിൾ ആയിരിക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് കോളേജിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വാങ്ങിച്ചാലും മതി. കാരണം അവിടെയൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എളുപ്പം കൊണ്ടുപോകാൻ, അതായിരിക്കും നല്ലത്, ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബെഡ്ഷീറ്റ്സ് ഒരു രണ്ടെണ്ണെങ്കിലും വാങ്ങിക്കുക. അതുപോലെ പില്ലോ വേണം. പിന്നെ പില്ലോ കവറും അതുപോലെ രണ്ടെണ്ണം വാങ്ങിക്കാം. പില്ലോ കവർ സിൽക്കിൻ്റെ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മറ്റേത് തുണിയാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം കോളേജിലൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും കഴുകാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ എടുത്ത് വാഷ് ചെയ്യാൻ നമുക്ക് വൺസ് ഇൻ എ വീക്ക് അത് വാഷ് ചെയ്യാം. അല്ലാത്ത പക്ഷേ ഇപ്പോൾ നമുക്ക് മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സിൽക്കിൻ്റെ പില്ലോ കവറൊക്കെ അതാകുമ്പോൾ സ്കിന്നിനും ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കംഫി ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു ബ്ലാങ്കറ്റ്. പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം, ഇപ്പോൾ അലക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചിലയിടത്ത് കല്ല് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ മെജോറിറ്റി കേസിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ ലിക്വിഡിൽ വെള്ളം ഇട്ട് വയ്ക്കും. എന്നിട്ട് ഇപ്പോൾ ബാത്റൂമിലാണ് സൗകര്യമെങ്കിൽ ബാത്റൂമിൽ, ഇപ്പോൾ ബാത്റൂമിൽ വെച്ചിട്ട് കഴുകാനുള്ള വല്ല മീഷോയിൽ വല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഹോസ്റ്റലിൽ ചെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ അലക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാത്റൂമിൽ വെച്ചിട്ട് അലക്കാൻ അതിപ്പോൾ വേണമെങ്കിൽ മാത്രം മതി. അല്ലാത്ത പക്ഷം ഞങ്ങളൊക്കെ ലിക്വിഡിൽ ഇട്ടിട്ട് ഇപ്പോൾ ക്ലോസറ്റിൻ്റെ മുകളിൽ ആ ഒരു സംഭവം ക്ലീൻ ആക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ അവിടെ കുത്തി പിഴിഞ്ഞിട്ട് കൊണ്ട് ഇടാറ് പതിവ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ രണ്ട് ലോണ്ടറി ബാഗ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് നമുക്ക് മുഷിഞ്ഞ ക്ലോത്ത്സ് ഇടാൻ വേണ്ടി ഒരു ബാഗ് യൂസ് ചെയ്യാം. പിന്നെ ബാക്കി ചിലയിടത്ത് കബോർഡ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല തുണി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ നല്ല തുണികൾ നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് ലോണ്ടറി ബോക്സിലും വെക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എപ്പോഴും എടുത്ത് മാറ്റാനൊക്കെ ഉള്ള സംഭവങ്ങൾ. പിന്നെ ഹാങ്ങർ, സ്പേസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഹാങ്ങർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റിക്കി ഹുക്സ് കിട്ടും, അതായത് ഈ ചുമരുമ്പോൾ ഈ ഹുക്ക് പോലത്തെ സാധനം ഒട്ടിച്ച് വെച്ചിട്ട് അതുമ്പോൾ ഹാങ് ചെയ്യാൻ പറ്റുന്നത്. ചിലയിടത്ത് ഇങ്ങനെ ഹാങ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റോറേജ് ബോക്സസ്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ കെയർ ഐറ്റംസ് അല്ലെങ്കിൽ ഹെയർ കെയർ ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനോ ഉള്ള അത്യാവശ്യം എന്നിട്ട് സ്റ്റോറേജ് ബോക്സ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ബോക്സ് എങ്കിലും കയ്യിലെടുത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ എങ്കിലും എന്നിട്ട് ഇട്ട് വെക്കാനുള്ള ഒരു ബോക്സ്. എപ്പോഴും നമുക്ക് ബാഗിൽ നിന്ന് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഒരു ബോക്സിന് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റോറേജ് ബോക്സ് മേടിക്കാവുന്നതാണ്. പിന്നെ ഒരു ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ കിറ്റ്, അതായത് കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക. അതായത് നമ്മുടെ പാരസെറ്റമോൾ, പിന്നെ ഇടയ്ക്ക് വല്ല പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ഓളിനി, പിന്നെ വിക്സ്, പിന്നെ പീരീഡ്സ് ടൈമിൽ മെഡിസിൻ എടുക്കുന്നവരെങ്കിൽ അങ്ങനത്തെ പെയിൻ റിലീഫിൻ്റെ ആ ഒരു മെഡിസിൻ, പിന്നെ കുറച്ച് ORS പാക്കറ്റ്സ് എടുത്ത് വെക്കുക. വേറെ ഒന്നും കൊണ്ടെല്ലാം മിക്ക ഹോസ്റ്റലിൽ ഫുഡ് പോയിസൺ അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ORS പാക്കറ്റ്സ് കയ്യിലുണ്ടാകുന്നത് നല്ലതായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഹീറ്റിംഗ് പാഡ്, പീരീഡ്സ് ടൈമിൽ വേദനയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ഹീറ്റിംഗ് പാഡോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹോട്ട് ബാഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വേപ്രൈസർ ഇതൊക്കെ, വേപ്രൈസറും നമ്മുടെ ഹീറ്റിംഗ് പാഡൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചുള്ളത് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ വേണ്ട. വേപ്രൈസർ ഇപ്പോൾ പനിയൊക്കെ വരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് ആവി പിടിക്കാൻ വേപ്രൈസർ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കത് പലവട്ടം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബുക്സ്, അത് നിങ്ങൾ ഇവിടെ നിന്ന് ചുമന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ അടുത്ത് കടകളുണ്ടാകും. അപ്പോൾ കോളേജിൻ്റെ തുടങ്ങുന്ന ടൈമിൽ 2-3 ബുക്സ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഇങ്ങനെ വെറുതെ റാൻഡായിട്ട് പേപ്പറിൽ എഴുതി പോരുത്. നോട്ട്സ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, അല്ലാത്ത പക്ഷം നമ്മൾ ഉഴപ്പിപ്പോവും. പിന്നെ ബേസിക് ആയിട്ടുള്ള നെയിൽ കട്ടർ, കോം, റേസർ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു സ്ലിപ്പർ കയ്യിൽ കരുതാം, ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇടാൻ വേണ്ടി. പിന്നെ ചാർജർ, പിന്നെ ഒരു ലോക്കും സ്പെയർ കീയും. അത് ആവശ്യം വരില്ല, ബട്ട് നമുക്കറിയില്ല നമ്മുടെ റൂംമേറ്റ്സ് എങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചേക്കാം. പിന്നെ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റ്, മഗ്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കാൻ സാധ്യതയുണ്ട് ഹോസ്റ്റലിലാകുന്നുണ്ട്, അപ്പോൾ സ്നാക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതാം. പിന്നെയെന്ന് പറയുന്നത് ലഞ്ച് ബോക്സ്. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലഞ്ച് ബോക്സ് കൊണ്ടുപോകാം. അതും അവിടെ ചെന്നിട്ട് മേടിച്ചാൽ മതി, ആവശ്യമെങ്കിൽ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലഞ്ച് ബോക്സ് കരുതാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഹോസ്റ്റലിൽ നിന്ന് കഴിക്കണമെങ്കിൽ എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് വേണമെങ്കിൽ കരുതാം.
പിന്നെ സിസേഴ്സ് ഇങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യം വരും. പിന്നെ ഒരു ചെറിയ സൂചി നൂലും ഇൻ കേസ് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ അത് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയൊരു കത്തി, അതായത് മുറിച്ചുള്ള ഒരു കത്തി, ഈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെ കയ്യിൽ. പിന്നെ ഒരു സ്പൂണും വേണേ, അത് ഞാൻ എഴുതിയിട്ടില്ല, ഒരു സ്പൂണും വെക്കാം. പിന്നെ ഹാൻഡ് വാഷ് മസ്റ്റായിട്ട് കരുതുക, അത് എന്തുകൊണ്ടും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ വേണം, അതായത് സ്കെയില്, പെൻസിൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ പെൻസിലായിരിക്കും കൂടുതൽ ബ്രാഞ്ചസ് യൂസ് ചെയ്യുന്നത്, മെക്കാനിക്കൽ പെൻസിൽ. പിന്നെ റബ്ബർ, പിന്നെ HP പെൻസിൽ ഉണ്ടെങ്കിൽ അതിൽ 1-2 ഷെയ്ഡ്, ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവില്ല, അതിപ്പോൾ ഗ്രാഫിക്സ് ഒക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ അത് ആവശ്യം വരും. അതൊക്കെ ടീച്ചേഴ്സ് പറയും, എന്നാലും ഞാൻ പറയാണ്. പിന്നെ ഒരു CD മാർക്കർ, കാരണം നമുക്ക് അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ CD മാർക്കർ ആവശ്യം വരും, അപ്പോൾ അത് വെക്കാം. സ്കെച്ച് പെൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ സ്കെച്ച് പെൻസും ഹൈലൈറ്റേഴ്സും നിങ്ങളുടെ കയ്യിൽ വെക്കാം, ഒരു അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് വേണ്ടി. ഇത്രയാണ് മസ്റ്റായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു വീടാണ് റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ കെറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, അതൊക്കെ ചോദിച്ചിട്ട് അവിടെ ചെന്നിട്ട് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് മസ്റ്റായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കി നിങ്ങളുടെ സ്കിൻ കെയറും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടേതായ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പൗച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. ചിലടത്ത് അത്ര സ്പേഷ്യസ് ഒന്നും ആയിരിക്കില്ല ഹോസ്റ്റൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാൻ നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.